ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് കഴിഞ്ഞ ദിവസം 0.78% ഉയർന്ന് 2986 ക്ലോസിംഗ് നൽകി. 20 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28.88, ഡിവിഡന്റ് ഈൽഡ് 0.30%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 3% റിട്ടേൺ നൽകുകയും ചെയ്തു. റിലയൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, റിലയൻസ് ഡിസ്നി ഇന്ത്യയുടെ ബിസിനസ് അക്വയർ ചെയ്യുകയും റിലയൻസും ഡിസ്നി ഇന്ത്യയും തമ്മിൽ ഒരു മെർജ് പാക്കിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. മെർജർ എന്റിറ്റിയുടെ 61% സ്റ്റേക്ക് റിലയൻസ് അക്വയർ ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ മാസം തന്നെ ഡിസ്നി ഇന്ത്യ അതിന്റെ ഇന്ത്യയുടെ 60% ബിസിനസ്സുകൾ സെൽ ചെയ്യുമെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെ റിലയൻസ് അതിന്റെ സബ്സിഡറി കമ്പനിയായ വയാകോം 18 വഴിയാണ് ഡിസ്നി ഇന്ത്യയുടെ 60% അസറ്റുകൾ അക്വയർ ചെയ്തത്. ഏകദേശം 33,000 കോടി രൂപയുടെ ഡീലാണ് ഈ രണ്ട് കമ്പനികൾക്കും ഇടയിൽ നടന്നത്. സോണി ഡീൽ കൊളാപ്സ് ആയതിനു ശേഷം മീഡിയ സെഗ്മെന്റിലെ ഏറ്റവും വലിയ ഡീൽ കൂടിയാണിത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. റീസെന്റ്ലി റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ബ്രേക്കൌട്ട് വരികയും സ്റ്റോക്ക് ബ്രേക്കൌട്ട് ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയുമാണ്. റിലയൻസ് 2250-നും 2750-നും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആയിരുന്നു 2021 അവസാനം മുതൽ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം 2024 ഒരു ബ്രേക്കൌട്ട് വന്നു. സ്റ്റോക്ക് ഇപ്പോൾ 2987 ട്രേഡ് ചെയ്യുന്നു. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ പ്രകാരം 3200 വരെ നീങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ 2750 എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്കിൽ ഫ്രഷ് പൊസിഷൻ എടുക്കാനുള്ള അവസരവുമുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ്. QSR സെഗ്മെന്റിലെ വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് എന്ന കമ്പനി ഇന്റർനാഷണൽ ബ്രാൻഡായ മക്ഡൊണാൾഡിന്റെ ഇന്ത്യയുടെ ഫ്രാഞ്ചൈസി ഓപ്പറേറ്ററാണ്. വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്ര ഫുഡ് ഡ്രഗ് അതോറിറ്റി മഹാരാഷ്ട്രയിലെ മക്ഡൊണാൾഡിന്റെ ഔട്ട്ലെറ്റിൽ നടത്തിയ പരിശോധനയിൽ മക്ഡൊണാൾഡിന്റെ പ്രൊഡക്റ്റായ ബർഗർ, നഗറ്റ്സ് എന്നീ പ്രൊഡക്റ്റുകളിൽ റിയൽ ചീസിന് പകരം ചീപ്പ് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. കസ്റ്റമേഴ്സിന് പ്രോപ്പർ ഡിസ്ക്ലോസർ നൽകാതെ ചീസിന് പകരം ചീസ് അനലോഗുകളും അതുപോലെ തന്നെ ഹെൽത്ത് ഹസാർഡിന് കാരണമാകുന്നതുമായ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയത് മൂലം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലുള്ള മക്ഡൊണാൾഡ് ഔട്ട്ലെറ്റിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഇതോടൊപ്പം തന്നെ കമ്പനിക്കെതിരെ കറക്റ്റീവ് ആക്ഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ നാഷണലി മക്ഡൊണാൾഡിന്റെ പ്രൊഡക്റ്റുകളായ ചീസി നഗറ്റ്സ്, ചീസി ഡിപ്പ്, ചീസി ബർഗർ തുടങ്ങിയ പ്രൊഡക്റ്റുകളിൽ നിന്നും ചീസി എന്ന വാക്ക് റിമൂവ് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡിന്റെ സൈഡിൽ നിന്നും ഇതുവരെയും ഫൈനൽ ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. മക്ഡൊണാൾഡിന് ഇന്ത്യയിൽ 62-ലധികം ഫ്രാഞ്ചൈസികളുണ്ട്. വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ ഒരു ബിയറിഷ് ട്രെൻഡിലാണ്. സ്റ്റോക്ക് 1000 രൂപയിൽ നിന്നും കറക്റ്റായി 793 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിന് 790 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്ക് ചിലപ്പോൾ 700 എന്ന ലെവലിലേക്ക് എത്തിയേക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഡിഫൻസ് എൻക്ലേവിൽ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് പറഞ്ഞത് 2028-2029 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ ആനുവൽ ഡിഫൻസ് പ്രൊഡക്ഷൻ 3 ലക്ഷം കോടി മറികടക്കുമെന്നതാണ്. അതോടൊപ്പം തന്നെ 50,000 കോടിക്ക് മുകളിലുള്ള മിലിറ്ററി എക്സ്പോർട്ടും ഇന്ത്യ നടത്തിയേക്കും. 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ 16,000 കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ടാണ് ഇന്ത്യ നടത്തിയത്. ഇവിടെ നിന്നും വളരെ വലിയ കുതിച്ചുചാട്ടമാണ് ഡിഫൻസ് പ്രൊഡക്ഷനിൽ വരാൻ പോകുന്നത്. മുമ്പ് ഇന്ത്യ ഒരു ആംസ് ഇമ്പോർട്ടർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സോണിൽ നിന്നും ഇന്ത്യ പുറത്തു കടക്കുകയും ലോകത്ത് തന്നെ ആംസ് എക്സ്പോർട്ട് ചെയ്യുന്ന 25 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യ സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിഫൻസ് ബഡ്ജറ്റിനും ഗവൺമെന്റ് വളരെയധികം പ്രാധാന്യം നൽകുന്നു. 2024-25 വർഷത്തേക്ക് 6.21 ലക്ഷം കോടി രൂപയുടെ ഡിഫൻസ് ബഡ്ജറ്റാണ് അലോക്കേറ്റ് ചെയ്തത്. ഇത് 2023-24 വർഷത്തേക്കാൾ വളരെ കൂടുതലാണ്. 2023-24 വർഷത്തിൽ 4.35 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റായിരുന്നു അലോക്കേറ്റ് ചെയ്തത്. എയ്റോ എഞ്ചിൻ, ഗ്യാസ് ടർബൈൻ പോലുള്ള ഹൈ എൻഡ് പ്രൊഡക്ഷൻ വരുന്ന 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ആരംഭിക്കുമെന്നും ഡിഫൻസ് മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡിഫൻസ് പ്രൊഡക്റ്റുകൾ, അതായത് ആംസുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റോക്കുകളെ നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ബെൽ, BHEL,
പോലുള്ള പല സ്റ്റോക്കുകളെയും, അതായത് ബെൽ, BHEL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലുള്ള പല സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാമെങ്കിലും ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് BEL എന്ന സ്റ്റോക്ക്. BEL എന്ന സ്റ്റോക്ക് 195 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകുകയും അതിനുശേഷം 205 എന്ന ലെവലിനടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 200 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്റ്റോക്കിൽ ഹയർ സൈഡിലുള്ള ടാർഗറ്റ് ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്